ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 6ാം ദിവസം. രാഹുൽ രക്ഷപ്പെട്ട കാർ ഉടമയെ ചോദ്യം ചെയ്യും. അധിക്ഷേപ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിൽ. ഡിഗ്വ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴ. ചെന്നൈയിലും തിരുവള്ളൂരിലും റെഡ് അലർട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ചെന്നൈ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. പലയിടത്തും വാഹനങ്ങൾ മുങ്ങി. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവും. പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകും. സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷം. എക്സൈസ് നിയമ ഭേദഗതി ബില്ലും ഇന്ന് ലോക്സഭയിൽ. കേരളത്തിലെ SIRുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം നാളെ റായ്പൂരിൽ. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ കടുത്ത നിലപാട് രോഹിത്തും കോഹ്ലിയും. പ്രശ്നപരിഹാരത്തിന് BCCI വിളിച്ച അടിയന്തര യോഗം നാളെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള യോഗവും നാളെ ഡൽഹിയിൽ.